ഇടുക്കി കാന്തല്ലൂർ മേഖലയിലെ കാർഷിക വിപ്ലവത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതിയാണ് പട്ടിശ്ശേരി ഡാം എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെങ്കലാർ പദ്ധതിയുടെ ഭാഗമായ പട്ടിശ്ശേരി ഡാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ഈ പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. വേനൽക്കാലത്ത് കുടിവെള്ള ലഭ്യതയും കൃഷിക്കാവശ്യമായ ജലവും ഉറപ്പുവരുത്തുമെന്നും കർഷകരുടെ വിയർപ്പിന് നൽകുന്ന ആദരവാണിതെന്നും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിന് ഊർജിത പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലോവർ ചട്ടം മൂന്നാർ എന്ന പുതിയ ഡാമിന് ഉടൻ ഭരണാനുമതി ലഭ്യമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇത് പൂർത്തിയാകുന്നതിനുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, കാർഷിക മേഖലയ്ക്ക് സഹായകരമാകുന്ന ഒരു കാർഷിക വിപ്ലവം തന്നെയാണ് രൂപപ്പെടാനായിട്ട് സാധിക്കുന്നത്. നൂറുകണക്കിന് ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് സുഗമമായി വെള്ളമെത്തുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ് കാർഷിക രംഗത്തുണ്ടാകുന്ന മാറ്റം. അതോടൊപ്പം തന്നെ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക. കാന്തല്ലൂർ ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തുന്നതിന് വേണ്ടിയുള്ള ജലജീവൻ പദ്ധതിയുടെ സോഴ്സും കൂടിയായി ഇത് മാറുകയാണ്. ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ടൂറിസം വികസനത്തിന്റെ കാര്യത്തിൽ കാന്തല്ലൂരിന്റെയും ഈ സമീപ പ്രദേശങ്ങളുടെയും നമ്മുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേഖലയായി ഇത് മാറുന്നു. പട്ടിശ്ശേരി ഡാം പരിസരത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ എ രാജ MLA അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ പ്രൊജക്ട് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ ബാലശങ്കർ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. 60.34 കോടി രൂപയ്ക്കാണ് ജലസേചന വകുപ്പ് പട്ടിശ്ശേരി ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 1 ദശലക്ഷം ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള പ്രസ്തുത ഡാമിൽ നിന്നും കാന്തല്ലൂർ, കീഴാന്തൂർ പ്രദേശങ്ങളിലെ 240 ഹെക്ടർ കൃഷിയിടങ്ങളിലേക്ക് ജലസേചന സൗകര്യം ലഭ്യമാക്കാൻ സാധിക്കും. പട്ടിശ്ശേരി ഡാം ഒരു കോമ്പസിറ്റ് ഡാമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ അഞ്ചുനാട് പ്രദേശത്തെ ജനങ്ങളുടെ കാർഷിക വിനോദ സഞ്ചാര മേഖലകൾക്ക് കരുത്തും ജലസേചന രംഗത്ത് പുതിയ വഴിത്തിരിവാകുന്നതുമാണ് പട്ടിശ്ശേരി ഡാം പദ്ധതി. പരിപാടിയിൽ കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവൻ രാജ്, കാന്തല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സത്യരാജൻ, കാന്തല്ലൂർ പഞ്ചായത്ത് മെമ്പർ ബാലമുരുകൻ, തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയർ സുജ ഗ്രേസൺ, ജലസേചന ഭരണ ചീഫ് എഞ്ചിനീയർ ബിനോയ് ടോമി ജോർജ്, മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയർ ബിജോയ് കെ, വകുപ്പ് ജീവനക്കാർ, രാഷ്ട്രീയ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.